പ്രിയപ്പെട്ട ഭാസ്കരേട്ടന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ കത്തെഴുതുന്നത് മറ്റൊന്നിനുമല്ല, എനിക്കെന്നെ മേക്കാതെ കുത്തി ഒരു നല്ല കമ്മൽ പണിയിക്കണം. കുഞ്ഞുങ്ങളുടെ കാതുകുത്തുമ്പോൾ വേദനിക്കുന്നതും ചോര പൊടിയുന്നതും ഭാസ്കരേട്ടൻ്റെ നെഞ്ചിലാണെന്ന് പറഞ്ഞില്ലേ, അന്ന് മുതൽ തുടങ്ങിയതാണ് ഭാസ്കരേട്ടനോടുള്ള ഇഷ്ടം. ഭാസ്കരേട്ടൻ എൻ്റെ കാതുകുത്തിയാൽ മതി എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും മുഴുവൻ സറാപ്പിനെ കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും കാതുകുത്തിച്ചു ഭാസ്കരേട്ട. അല്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ വാക്കിന് ഈ നാട്ടിൽ വല്ല വിലയുണ്ടോ? എന്നാൽ പിന്നെ വലുതായപ്പോൾ ഭാസ്കരേട്ടനെ കൊണ്ട് എൻ്റെ മേക്കാത് കുത്തിക്കാന്ന് വെച്ചു. ഭാസ്കരേട്ടൻ കാതുകുത്തിയ കാത് വഴുക്കുന്ന ചില കള്ളപ്പണിക്കർമാർ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും സത്യം അങ്ങനെയല്ലാന്ന് ആർക്കാണ് അറിയാത്തത്. അങ്ങനെയാണ് ഒരുപാട് അന്വേഷിച്ച് ഹാജിയാരുടെ ഈ കടയിലെത്തിയത്. ഭാസ്കരേട്ടൻ്റെ കടയുണ്ടായിരുന്ന ഹാജിയാരുടെ കടയുടെ അഡ്രസ്സ് വന്നത് നമ്മുടെ പാലേഷ് പാപ്പിയാണ്. അറിയില്ല പാലേഷിന്? നമ്മുടെ പാപ്പിയേട്ടൻ്റെ മോനെ. പാവം, അന്ന് കാണാതായ പശുവിന് ഇതുവരെ തിരിച്ചു കിട്ടിയില്ല അത്ര. അതുപോലെ പശുവിനോടും പാലിനോടുള്ള ഇഷ്ടം കൂടിയാണ് മോനെ പാലേഷ് എന്ന് പേരിട്ടത് അത്ര. ഈ പാലേഷ് അങ്ങ് നെന്മാരുടെ ഡയറി ഫാം നടത്തുവാണെന്നേ. അപ്പനപ്പൊപ്പന്മാരായിട്ട് നടത്തുന്ന പതിവ് പാലേഷും തെറ്റിച്ചില്ല. ഈ പാലേഷും ഒരു തുള്ളി പാൽ പോലും കുടിക്കാറില്ല അത്രേ. പാപ്പിയേട്ടൻ അമേരിക്കയിലെ മോളുടെ കൂടിയാണ്. ഒട്ടും വയ്യ ഭാസ്കരേട്ട. പക്ഷെങ്കിൽ കിടന്ന കിടപ്പിൽ വീഡിയോ കോളിൽ സംസാരിച്ചപ്പോൾ ഭാസ്കരേട്ടനെ കുറിച്ച് പറയാൻ 100 നാവായിരുന്നു. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ നാട്ടിൽ ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ലാന്ന്. എന്തോ അല്ല, ഈ പശുവായ ബേജാറിൽ ഡിപ്രഷൻ അടിച്ച് പുറപ്പെട്ടു പോയതാണ് ഭാസ്കരേട്ട. എന്തായാലും ഭാസ്കരേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പാപ്പിയേട്ടനെ താഴെ നമ്പറിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താ? ഹാജിയാരുടെ കെട്ടിടത്തിൽ ഭാസ്കരേട്ടൻ്റെ കട മാത്രം പൊളിച്ച് ആരോ പലചരക്ക് കട പണിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഞാൻ അയാളോട് ഭാസ്കരേട്ടനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ കേട്ട ഭാവം നടിച്ചില്ല ഭാസ്കരേട്ട. എനിക്കാകെ അങ്ങ് വിഷമായി. ആ കടയിൽ നോക്കി ഞാൻ പിന്നെ ഒറ്റ നിൽപ്പായിരുന്നു കുറേ നേരം. കെട്ടിടം ഏകദേശം നശിച്ചു തുടങ്ങിയിരിക്കുന്നു. ശപിക്കാൻ മാത്രം കഴിവുള്ള ഒറ്റ പെണ്ണ് ഈ ദുനിയാവില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അബൂബക്കറിന്റെ ചായക്കടയുടെ ഒരു ഗതി നോക്കിയേ. പക്ഷേ പാർവതി ഡാൻസ് സ്കൂളിലെ ടീച്ചറുടെ ആ കട മാത്രം അങ്ങനെ തലയുയർത്തിയിട്ട് അങ്ങനെ പ്രൗഢിയോടുകൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ തൊട്ടടുത്തുള്ള ആയിഷാത്തയുടെ കടയിൽ പോയിട്ട് 2 പരിപ്പ് പൊടിയും ഒരു പഴംപൊരിയും കഴിച്ചുകൊണ്ട് ആയിഷാത്തയുമായി ഭാസ്കരേട്ടൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അയവിറക്കുകയായിരുന്നു കുറേ സമയം. പരിപ്പ് വട ഒന്ന് കടിച്ചപ്പോൾ പണ്ട് രാത്രി പരിപ്പ് വടയായിട്ട് നമ്മുടെ ദേവേനി ചേച്ചിയുടെ വീട്ടിൽ പോയ ആ പകൽമാനിയും കള്ളം നായരെ എനിക്ക് ഓർമ്മ വന്നു. അയാളുടെ താമസം അങ്ങ് പോത്തുണ്ടി ഡാമിൻ്റെ അങ്ങോട്ട് അങ്ങോട്ട് വന്നെന്ന് പറയുന്നു കേട്ടു. അയാളിപ്പോൾ RDP പാർട്ടിൻ്റെ മേഖലാ സെക്രട്ടറി ആണല്ലോ. ഭാസ്കരേട്ടനെ കാണാൻ ഇനി ഒരു വഴിയില്ലല്ലോ എന്ന് ഓർത്താൽ ബേജാറായിട്ടിരിക്കുമ്പോഴാണ് ആയിഷാത്ത് എന്നോടൊരു കാര്യം പറഞ്ഞത്. ആയിഷാത്ത് ഇവിടേക്ക് വന്നിട്ട് കുറച്ച് വർഷമായുള്ളൂ. വന്നപ്പോഴേ കടയുടെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. അന്ന് ഭാസ്കരേട്ടൻ്റെ കട ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആയിഷാത്ത് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം അറിയാം. നിങ്ങൾ ഒന്ന് വേഗം പറയേണ്ട ആയിഷാത്തെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആയിഷാത്ത പറയാണ്, ദേ ഈ കടയുടെ മുന്നിലുള്ള റോഡുണ്ടല്ലോ, ഈ റോഡിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ ഭാസ്കരേട്ടൻ്റെ വീട്ടിലെത്താമെന്ന്. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമാണ്. ആയിഷാത്തക്ക് കറക്റ്റായിട്ട് എവിടെയാണെന്നൊന്നും അറിയില്ലാന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ആ കടയിൽ നിന്ന് കീഞ്ഞു പാഞ്ഞു ഒറ്റ ഓട്ട ഈ റോഡിലൂടെ ഓടിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ നേരെ ചെന്നെത്തിയത് ഭാസ്കരേട്ടൻ്റെ വീടിൻ്റെ മുന്നിലായിരുന്നു. എൻ്റെ ഇഷ്ടം ആടെ എത്തിയപ്പല്ലേ ആ കാഴ്ച കണ്ടത്. ഭാസ്കരേട്ടൻ്റെ ആ വീടെല്ലാം പൊളിച്ചിട്ട് അവരാർക്കോ വിറ്റിട്ട് ഇപ്പോൾ അവരാണ് അവിടെ താമസം. അവർക്ക് ഭാസ്കരേട്ടനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പക്ഷേങ്കിൽ അതിൻ്റെ തൊട്ടടുത്തൊരു അമ്പലം കണ്ടു. നമ്മളെ വെളിച്ചപ്പാട് തുള്ളി അമ്പലമാണോ ഭാസ്കരേട്ട ഇത്? എന്തോ എനിക്കറിയില്ലപ്പാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ തല ചൊറിഞ്ഞ് നിൽക്കുമ്പോഴാണ് തൊട്ട അയൽവക്കത്തുള്ള ആ വീട് കണ്ടത്. ആരെ വീടാ പറ? ആരെ വീടായിരിക്കും? ആ തേപ്പുകാരി സ്നേഹലതേൻ്റെ ആ കള്ളപ്പണിക്കരിയും വീട് തന്നെ. ഇതാ അതുപോലെ തന്നെ ഉണ്ട്. ദുഷ്ടന്മാരങ്ങ് പന പോലെ വളർത്തല്ലോ എൻ്റെ അപ്പാ. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല കേട്ടാ. എനിക്ക് ഈ തേപ്പുകാരികളെ പണ്ടേ ഇഷ്ടമല്ല ഭാസ്കരേട്ടാ. ഇനിയിപ്പോൾ ഞാൻ പോയി ചോദിച്ചാലും ഭാസ്കരേട്ടനെ കുറിച്ചിട്ട് ഈ കള്ളപ്പണിക്കാരൻ തേപ്പുകാരത്തി നല്ലത് പറഞ്ഞിരുന്നു തോന്നുന്നുണ്ടോ?
അതുകൊണ്ട് ഞാൻ പോയില്ലപ്പാ. കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് നല്ല പിള്ള ചെമ്മിയാൻ ഇവളുമാർക്കുള്ള ഒരു കഴിവ് വേറെ ആർക്കെങ്കിലും ഉണ്ടാ? നാം പോലും അറിയാതെ അന്യഗ്രഹ ജീവികൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടെന്ന് നാസ പറഞ്ഞില്ലേ? ഈയൻ്റെപ്പാ അതുപോലെ തന്നെ നമ്മൾ ഒരാളും അറിയാണ്ട് ഇത്തരം സ്നേഹലതമാരെ നാട്ടിൻപുറത്ത് ഇപ്പോഴും സജീവമാണ്. ജോലിയിലെ ചക്കനെ കാണുമ്പോൾ ജോലിയില്ലാത്ത ചക്കനെ തെച്ചിട്ട് പോകുന്ന കലാപരിപാടികൾക്ക് ഇപ്പോഴും നല്ല മാർക്കറ്റാന്ന്. ഇനി തേക്കപ്പെട്ട ദാമോദരം പിള്ളമാരുടെ സങ്കടം കെട്ടിട്ട് ആരെങ്കിലും ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുമാർ INSPയുടെയോ RDPയുടെ കൊടിയും പിടിച്ച വീട്ടുമുറ്റത്ത് അങ്ങനെ നിൽക്കും. പിന്നെ പ്രതിക്രിയാവാദികളെ ഓർത്തിട്ട് പേടിച്ചിട്ട് ആരെങ്കിലും പോവോ? ഇല്ല. കുറേ കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ പരസ്യമായിട്ട് തേപ്പ് സമ്മതിച്ചിട്ട് ആ തേപ്പുകാരി പട്ടെടുത്ത് തലയിൽ വെക്കേണ്ടി വന്നില്ലേ സ്നേഹലതൊക്കെ. ഞങ്ങൾക്കത് മതി ഭാസ്കരേട്ടൻ. തേപ്പുകാരെ കിട്ടിയാൽ ആരും കൊന്തനായി മാറും. അങ്ങനെ അവളെ കോന്തം ഭർത്താവ് വന്ന് ഭാസ്കരേട്ടൻ്റെ മെക്കിട്ട് കയറാൻ വന്നപ്പോൾ ഒരു കല്ലെടുത്ത് എറിയണമെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷെ ഇരുട്ടിൽ തപ്പിയിട്ട് കല്ല് കിട്ടിയില്ല ഭാസ്കരേട്ടാ. അന്ന് ഞാൻ പിന്നെ ചെറിയ കുഞ്ഞായിരുന്നില്ലേ. അങ്ങനെ ദേഷ്യം വന്ന് ഞാൻ മുഖം തിരിച്ചൊറ്റ നടത്തായിരുന്നു. പക്ഷെ പെട്ടെന്ന് നിന്ന് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. എന്തിനാണെന്നല്ലേ? ഭാസ്കരേട്ടൻ വേലി ചാടി ആ വേലി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭാസ്കരേട്ടൻ്റെ ഒരു വിവരവും ഇല്ലാതെ നിരാശയായിട്ട് തിരിച്ചു പോയാലോ എന്നോർത്തപ്പോഴാണ് എനിക്കൊരാശയം വന്നത്. ഒന്ന് ഹാജിയാരുടെ വീട്ടിൽ കൂടി പോയിട്ടൊന്ന് ചോദിച്ചാലോ എന്ന്. ഹാജിയാരുടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഭാസ്കരേട്ടൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആ വാക്കുകളാണ് എൻ്റെ മനസ്സിൽ മുടങ്ങിയത്. നീ എൻ്റെ നെഞ്ചിലാണ് കുത്തിയത്, നീ അനുഭവിക്കും. സാരമില്ല ഭാസ്കരേട്ടാ, ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാവരും തേക്കപ്പെട്ടവരാണ്. കാമുകന്മാരാലും കാമുകിമാരാലും ബന്ധുക്കളാലും സുഹൃത്തുക്കളാലും അടുപ്പക്കാരാലും ഒക്കെ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തേക്കപ്പെട്ടവർ. പിന്നെ ഈ ഹാജിയറുടെ വീട്ടിലെ ഇപ്പം ഒരു പാറേച്ച് മാത്രമേ ഉള്ളൂ എന്ന്. ഹാജിയാന് മരിച്ചിട്ട് കുറേ കാലമായിന്ന്. അങ്ങനെ മൂന്നാമത്തെ ബീവി പാറേച്ചിനെ ഈ വീട് നോക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയതെന്ന്. ഹാജിയറുടെ മൂന്നാമത്തെ ബീവിയെ അല്ലാതെ ഭർത്താവ് ഗൾഫുകാരൻ്റെ പേരെ ഒളിച്ചോടിപ്പോയിന്ന്. ഇല്ലതെല്ലാം വിറ്റ് പൊറുക്കി സ്നേഹലതേൻ്റെ ഭർത്താവ് ലോറി ബിസിനസ് തുടങ്ങി. അതെല്ലാം പൊളിഞ്ഞ് ലാസ്റ്റ് പാപ്പരായിട്ട് കുറേ കാലം സ്നേഹലതേൻ്റെ വീട്ടിലായിരുന്നു പോലും. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പം ഹാജിയാറങ്ങ് മരിച്ചതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഹാജിയാറിൻ്റെ ബീവീനോ ഗൾഫുകാരൻ പൊക്കിക്കൊണ്ടുപോയി എന്നാണ് പാറവേച്ചെന്നോട് പറഞ്ഞത്. അന്ന് നിങ്ങളെല്ലാവരും അടികൂടുമ്പം ഓരോന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ബീവി ഓടി വന്നില്ലേ. അന്നേരം ഗൾഫുകാരൻ നോക്കി ഒരു നോട്ടം കണ്ടിനാ ഭാസ്കരേട്ടൻ. അന്നേരം ഓൻ്റെ നോട്ടത്തിൽ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയതാണ്. ഇപ്പം 2 മക്കളുമായിട്ട് ഏടിയോ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് കേട്ടെ. പിന്നെ ഭാസ്കരേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. ഭാസ്കരേട്ടൻ ഏതോ ടീച്ചറിയാ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ആ ഡാൻസ് സ്കൂളിലെ ടീച്ചറിയാന്ന് തോന്നുന്നു. അതൊന്നും അറിയില്ല, പക്ഷെ ഒരു ടീച്ചറാണെന്നറിയാം, അവളെ കണ്ടാലും എനിക്കറിയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഭാസ്കരേട്ടന് 2 പിള്ളേരുമായി ആമ്പിള്ളേരുമായി. എന്നിട്ട് ഭാസ്കരേട്ടന് ഇതെല്ലാം വിറ്റിട്ട് നാട് വിട്ട് എവിടെയോ പോയിന്ന്. എന്താ ഭാസ്കരേട്ടൻ അങ്ങനെ പെട്ടെന്ന് പോയത്? എന്താ പഴയതെല്ലാം ഓർമ്മ വരുന്ന വിചാരിച്ചിട്ടാണോ? പാലക്കാട് നല്ല നാടല്ലേ, നല്ല നന്മയുള്ള നാട്ടുകാരല്ലേ. നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ പാറവെച്ച് ഒരു കാര്യം പറഞ്ഞു. പാറവെച്ച് പണ്ട് തൊഴാൻ വേണ്ടിയിട്ട് ഒരു അമ്പലത്തിൽ പോയപ്പം ഒരു ട്രൗസർ ഇട്ട് ചെപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചെക്കൻ 2 ആമ്പിള്ളേരെയും കൂട്ടിയിട്ട് ഇങ്ങനെ അഭിനയിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ സിനിമയിലെ ആ 2 ആമ്പിള്ളേരും ഒരാൾക്ക് ഭാസ്കരേട്ടൻ്റെ അതേ മുഖമാണ്, മറ്റേ ആൾക്ക് ഭാസ്കരേട്ടൻ്റെ ടീച്ചർ അതേ മുഖമാണ്. എല്ലാം കൂടി അത് ഭാസ്കരേട്ടൻ്റെ പിള്ളേരായോ എന്ന് പറയിച്ചൊരു ഡൗട്ട് ഉണ്ടായിനി. പിന്നെ ചോദിക്കാനൊന്നും പറ്റിയിട്ടില്ലാന്ന്. ശരിക്കും സത്യമാണോ ഭാസ്കരേട്ടൻ്റെ പിള്ളേർ ഇപ്പോൾ സിനിമയിലാണോ? പിന്നെ ഭാസ്കരേട്ടൻ മറക്കാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചല്ലേ. എന്ത് ചെയ്യാനാ, എൻ്റെ താമസം ബാംഗ്ലൂരാണെങ്കിലും ഞാൻ ഇടയ്ക്ക് തനി മലയാളിയായി പോവും. അന്യരുടെ സ്വകാര്യ ദുഃഖങ്ങൾ പരസ്യമാക്കി തെരുവിൽ ആഘോഷിച്ച് നടക്കുന്ന തനി മലയാളി. ഐ എം സോറി ഭാസ്കരേട്ട, ഐ എം സോറി. പറ്റുമെങ്കിൽ ഭാസ്കരേട്ടനെ ഒന്ന് കാണുക, ഭാസ്കരേട്ടൻ്റെ കടയൊന്ന് കാണുക, ഭാസ്കരേട്ടൻ ജീവിച്ച ഇടങ്ങൾ കാണുക, ഭാസ്കരേട്ടൻ നടന്ന വഴികളിലൂടെ ഒന്ന് നടക്കുക. അതിൽ കൂടുതൽ ഉദ്ദേശം ഒന്നുമില്ലായിരുന്നു എനിക്ക്. എന്തെങ്കിലും ഭാസ്കരേട്ടൻ ഈ കത്ത് കാണുകയാണെങ്കിൽ ഭാസ്കരേട്ടൻ്റെ ഒരു ആരാധിക എവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രം അറിയുക.